ജേക്കബ് ജോർജ്, സംഘപരിവാറിന് പറയാൻ കഴിയുന്നത് ബി ജെ പിയോടാണ്. UDF LDF എന്ത് ചെയ്തു എന്നുള്ളതിലുള്ള ഒരു അസംതൃപ്തി അവർ പ്രകടമാക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എടുത്ത ഒരു നിലപാട് അത് സംസ്ഥാന BJP-യെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ക്രൈസ്തവ സഭകളുടെ വിഷയമുണ്ട്. നമ്മളത് ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ സംഭവിക്കുന്നത് അകത്തു നിന്നുള്ള എതിർപ്പാണ്. ഇത് പരിഹരിക്കണം, പിന്നെ വേണം അടുത്തത് പരിഹരിക്കാൻ. അങ്ങനെ ഇതൊരു വല്ലാത്തൊരു തൃശങ്കു സ്വർഗത്തിലോ എന്നുള്ളൊരവസ്ഥയിലേക്ക് സംസ്ഥാന BJP കടക്കുകയാണ്. നേരത്തെ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ പോലെയുള്ള അത്രയും ശുഭാപ്തി വിശ്വാസം ഈ വിഷയത്തിനകത്ത് പാർട്ടിക്ക് വേണോ? അല്ല, ഞാൻ ഈ രണ്ട് പേരും ഇപ്പോൾ ഒരു കുടുംബത്തിനകത്ത്, ഒരു പരിവാറിനകത്ത് നിൽക്കുന്ന രണ്ട് ചേരികൾ, രണ്ട് ശക്തികൾ എന്ന് തന്നെ പറയാം. ആ രണ്ട് ശക്തികളുടെ രണ്ട് വക്താക്കൾ ആണ് തികച്ചും വിഭിന്നമായ അഭിപ്രായങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തു. നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്നാണ് ബഹുമാനപ്പെട്ട കസ്തൂരി ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയായിട്ട് നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്കാണോ ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്? എന്താണ് അവർ ചെയ്ത കുറ്റം? രണ്ടുപേരെ ജോലിക്ക് കൊണ്ടുപോകുന്നു. അവർ രാത്രി പിടിച്ചു കെട്ടിക്കൊണ്ടുപോയതല്ലല്ലോ, തുരങ്കം വഴി കൊണ്ടുപോയതല്ലല്ലോ, കള്ളക്കടത്ത് നടത്തിയതല്ലല്ലോ. ബഹുമാനപ്പെട്ട കസ്തൂരി കേരളത്തിൽ 45 ലക്ഷം അതിഥി തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. 45 ലക്ഷം കേരളത്തിൽ, അറിയാമല്ലോ. അവിടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര പേർക്കെതിരെ കേസെടുക്കും? ഏജൻറ്റുമാരും കൊണ്ടുവരും, ബന്ധുക്കൾ കൊണ്ടുവരും, ഇവിടെ ജോലി ചെയ്യുന്നവർ എന്ത് സുഭിക്ഷമായിട്ടിവിടെ കഴിയുന്നു, എന്ത് മനോഹരമായി അവർ ജീവിതം നയിക്കുന്നു. അവർ ആഴ്ചതോറും മാസം തോറും കാശ് അയച്ചു കൊടുക്കുന്നു അവരുടെ നാട്ടിലേക്ക്. ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ. അതേപോലെ 2 ജോലിക്ക് 5000 രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന 19 വയസ്സുള്ള 2 പെൺകുട്ടികൾ, അവർക്കൊരാശുപത്രിയിൽ ജോലി വേണം എന്ന് പറഞ്ഞപ്പോൾ ജോലി വേണമെന്നോ കൊടുക്കാമെന്നോ ഒക്കെ ആയിക്കോട്ടെ, 10000 രൂപ ശമ്പളം, താമസ ചെലവ്, ഇതൊക്കെ കൊടുത്തും കൊണ്ടാണ്, വാഗ്ദാനം ചെയ്തും കൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ കന്യാസ്ത്രീകൾക്ക് അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്ക് ആവശ്യമുണ്ട്, ഈ പെൺകുട്ടികൾക്ക് ജോലി ആവശ്യമുണ്ട്. അവരെ തടയാൻ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് നിയമമാണ് ബഹുമാനപ്പെട്ട കസ്തൂരിയ ഉണ്ടാകുന്നത്? ഏത് നിയമത്തിൻ്റെ വഴിക്കാണ് ഇത് പോകേണ്ടത്? അങ്ങൊന്ന് പറയണം. ഇത് നിങ്ങൾ BJP-ക്കാരും ഇത് പറയണം. BJP ഗവൺമെൻറ്റാണ് അത് ചെയ്തത്. BJP ഗവൺമെൻറ്റാണ്, BJP-യുടെ സംസ്ഥാന ഗവൺമെൻറ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു ജാമ്യം കൊടുക്കരുത് എന്ന്. അതാണോ നിയമത്തിൻ്റെ വഴി? ശ്രീ ജേക്കബ് ജോർജ്, ഈ വിഷയത്തിനകത്ത് ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ചർച്ച നടക്കണം. ഇപ്പോൾ ഇതിനകത്ത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന BJP ഇതിനകത്ത് ഒരു ഫിക്സിനകത്ത് പെടുന്നുണ്ടോ? BJP-യെ സംബന്ധിച്ചോളം സംസ്ഥാന അധ്യക്ഷനടക്കം എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ ഒരു വിമർശനാത്മകമായിട്ട് മറുവശത്ത് നിന്ന് വരികയാണ്. ഇതിങ്ങനെയല്ല എന്ന് പറയുന്നിടത്ത് ഈ ഒരു പൊളിറ്റിക്കൽ ഒരു ടേണിംഗ് പോയിന്റ് ഇതിനകത്ത് സംഭവിക്കുന്നു പാർട്ടിക്ക്. അപർണ, സംസ്ഥാന BJP-ക്ക് ഇത് നിലനിൽപ്പിൻ്റെ മാത്രം പ്രശ്നമാണ്. നിലനിൽപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഇവിടെ കേരളത്തിൽ ക്രൈസ്തവ സഭയുടെ, ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു പിന്തുണ വേണം. ആ പിന്തുണ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി സുരേഷ് ഗോപിക്ക്. ക്രിസ്ത്യാനികളുടെ വോട്ട് കൂട്ടമായിട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി. അല്ല, അതിപ്പോ സംഘപരിവാറിന് അറിയില്ലേ ആ നിലപാട്? അങ്ങനെയാണെങ്കിൽ അപ്പൊ സംഘപരിവാറിന്റെ എതിർപ്പ് ഏത് തരത്തിലെടുക്കണം? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാക്കുകയും ഇങ്ങനെ വിമർശനങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ദീപികയൊക്കെ ഈ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അത് BJP പ്രതിരോധത്തിലാക്കില്ലേ? അതെങ്ങനെ ഗുണം ചെയ്യും? അതാണ് ഗുണം ചെയ്യില്ല. അപ്പോൾ ഈ സംഘപരിവാറിൻ്റെ നിർദ്ദേശം, അതായത് BJP-ക്കെതിരെ സംഘപരിവാറിൻ്റെ അകത്ത് നടക്കുന്ന നീക്കങ്ങൾ, സംസാരങ്ങൾ, ചടുലമായ ചില നീക്കങ്ങൾ, അത് BJP-ക്ക് പ്രശ്നമാണ്. അതെന്തിനെ ലക്ഷ്യമാക്കിയാണ്? എന്താണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം? ഒരു പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം പോലെ സുഭിക്ഷമായ, കേരളം പോലെ സമത്വസുന്ദരമായ ഒരു സമൂഹം അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അംബേദ്കറുടെ കാലം മുതൽ നമുക്ക് ഇന്ത്യയെ അറിയാമല്ലോ. ഇന്ത്യയിൽ നടന്ന ചാതുർവർണ്ണയത്തെക്കുറിച്ച് അറിയാമല്ലോ. ഇന്ത്യയിൽ നടന്ന ഉച്ചനീചത്വങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. അവിടെ പാവപ്പെട്ടവൻ എപ്പോഴും പാവപ്പെട്ടവനായിട്ട് കഴിയണം. സമ്പന്നർ, സവർണർ, സമുദായ നേതാക്കന്മാർ അവരെപ്പോഴും ഉന്നതിയിൽ കഴിയണം. ആ ഒരു നിലപാടുള്ള ഒരു ചിന്തയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ കരുതുന്നു. അപർണ.